ചില കളികൾ കളിക്കുന്നവർ പറയുന്നുണ്ട്, മോനെ ഇത് ചില്ലറ കളിയല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് ചില്ലറ കളിയാണ്, എന്നാൽ ഈ കളി ചില്ലറ കളിയല്ല. കാരണം ഈ കളിയെക്കുറിച്ച് കണ്ടോ ഇട്ടിട്ടില്ല, അത് ഈ കൈ തന്നെ ഉണ്ട്, നീ നോക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഒരു കാര്യം ചെയ്യൂ നന്ദിനി, ഈ കളിയെക്കുറിച്ച് അവർക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ ഗ്ലാസിന് ചുറ്റും നമ്മൾ 7 ഒറ്റ രൂപ വെക്കണം. അതാദ്യം വെക്കാതെ ഞാനൊന്ന് കാണിച്ചു തന്നാണ്. കണ്ടോ, ഇങ്ങനെ അതിരിക്കും. ഇങ്ങനെ 7 എണ്ണം വെക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങാനും ഉരുണ്ട് താഴെ പോവുകയാണെങ്കിൽ, അകത്ത് വീഴുകയാണെങ്കിൽ അത് വെളിയിൽ അകത്തുനിന്ന് എടുക്കണ്ട, വെളിയിൽ നിന്ന് അകത്തുനിന്ന് എടുക്കാൻ നോക്കിയാൽ ബാക്കി വെച്ചതും കൂടെ വീഴും. അതുകൊണ്ട് അകത്തേക്ക് വീണാൽ അതെടുക്കണ്ട. ഇവിടെ വേറെ കോയിൻ വെച്ചിട്ടുണ്ട്. പുറത്ത് വീണാ പുറത്തുനിന്ന് തന്നെ എടുത്ത് നമുക്ക് വീണ്ടും ഇതേല് വെക്കാം. ഇങ്ങനെ 7 എണ്ണം ഏറ്റവും കൂടുതൽ തവണ പൂർത്തീകരിക്കുന്ന ആളാരാണോ അയാളാണ് ഈ മത്സരത്തിലെ വിജയി. ഒപ്പം ഞാനൊരു കഥ പറയും. ആ കഥയിൽ നിന്നും എത്ര ചോദ്യമാണ് നന്ദിനി ചോദിക്കുക? 3 ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതം. ടാസ്ക് പൂർത്തിയാക്കുന്നതിന് 21 മാർക്കുമാണുള്ളത്. ഇതിലാദ്യം ഞാനിത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു സിൽസി ചേച്ചി. ബാ, സിൽസി ചേച്ചിയുടെ ഈ ടാസ്കിലുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ഹിരോഷിമയിൽ അണുബോംബ് വീണപ്പോഴാണോ, ഫറോക്കിൽ പുലി ഇറങ്ങിയപ്പോഴാണോ? ഞാൻ ഓർക്കുന്നില്ല. ജീവിച്ച് കൊതി തീരാത്ത കോഴിയും ജീവിച്ച് തുടങ്ങിയിട്ടില്ലാത്ത മുട്ടയും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ചത്തു കിടക്കുന്നതിനെ ചിക്കൻ ബിരിയാണി എന്ന് നമ്മൾ വിളിച്ചത്. 35 സെക്കൻഡുകൾ മാത്രം ബാക്കി സിൽസി ചേച്ചി ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 30 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 30 സെക്കൻഡ് കൂടിയുണ്ട്. 20 സെക്കൻഡുകൾ കൂടി മാത്രം. സിൽസി ചേച്ചി, യു ക്യാൻ ഡു ഇറ്റ്. ഇത്ര ഗംഭീരമായിട്ട് കളിച്ചു വന്നതല്ലേ. 15 സെക്കൻഡ് മാത്രം. 12, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കിട്ടിയില്ല. പൈസ തൊട്ട് വെക്കാനും പറ്റിയില്ല അല്ലേ? നമ്മുടെ മാസ്റ്റർ പീസ് നോട്ടം നോക്കിയേ. അതിനോട് ഈ ദുപ്പട്ട കൊണ്ട് ഇങ്ങനെ ഒരു പിടിയും കൂടിയുണ്ട്. ദുപ്പട്ട ഉരുട്ടൽ എന്നാണ് ആ ചടങ്ങിന്റെ പേര് അല്ലേ? ദുപ്പട്ട ഉരുട്ടിയിട്ട് ഒന്നും അറിയാത്തവല്ല. കഴിഞ്ഞ റൗണ്ടിൽ 40 പോയിന്റും അല്ലേ? കഥ എന്താ പറഞ്ഞതിന് ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. എവിടെയാണ് പുലി ഇറങ്ങിയത്? ന്യൂസിലൻഡില്. പുലി എപ്പോ ഇറങ്ങി എന്നുള്ളതാ ചോദ്യം. ന്യൂസിലൻഡ്. ഓക്കെ. ഫറോക്കിലാണ് പുലി ഇറങ്ങിയത്. ജീവിച്ച് കൊതി തീരാത്തത് ആർക്കാണ്? കോഴി. ഏതായിരുന്നു ഈ കഥയിൽ പറഞ്ഞ വിഭവം? പറയൂ. ചിക്കന്റെ കാലും. സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഒരേ ഒരു ചോദ്യത്തിന് ജീവിച്ച് കൊതി തീരാത്തത് ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ കോഴി എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്നാൽ ഏതായിരുന്നു ഈ കഥയിൽ പറഞ്ഞ വിഭവം എന്ന് ചോദിച്ചപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇതിലുള്ള വിഭവം. അത് പറഞ്ഞില്ല. അപ്പോൾ ടാസ്ക് ഒട്ട് കംപ്ലീറ്റ് ചെയ്തുമില്ല. അതിൻ്റെ 21 മാർക്കുമില്ല. 2 ചോദ്യങ്ങളിൽ ഉത്തരം പറയാത്തതിൻ്റെ 20 മാർക്കുമില്ല. ആകെ കിട്ടിയിരിക്കുന്നത് 10 മാർക്കാണ് സിൽസി ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി സിൽസി ചേച്ചിക്ക് തിരിച്ച് അവിടെ പോയി നിൽക്കാം. സുഗതകുമാരി വീട്ടമ്മയെ ഈ മത്സരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ റൗണ്ടിലെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ചന്നം പിന്നം മഴ പെയ്ത ഒരു മെയ് മാസത്തിലെ നട്ടുച്ചയ്ക്ക് ഞാൻ ഞെട്ടി ഉണർന്നത് മനസ്സിലൊരു ഹൈക്കു തോട് പൊട്ടിച്ച് പുറത്തു ചാടിയപ്പോഴാണ്. ഇതായിരുന്നു ആ കവിത. കടൽ, ഭൂമിദേവി വെച്ച മീൻകറി, അതിൽ ഉപ്പ് വാരിയിട്ടത് ആരാണ്? കാറ്റോ കാമിനിയോ? എത്ര തവണ ചെയ്യുന്നു എന്നുള്ളതാണ്. വീണ്ടും ചെയ്യാം. അത് തട്ടിയിട്ടിട്ട് വീണ്ടും ചെയ്യാം. 28 സെക്കൻഡ് മാത്രം ബാക്കി. 26, 25 സെക്കൻഡ്. ചേച്ചിക്ക് ഒരു 2 റൗണ്ട് കൂടെ ചെയ്യാനുള്ള ഇഷ്ടം പോലെ ടൈമുണ്ട്. 19 സെക്കൻഡ്. സുഗതകുമാരി ചേച്ചി ഇങ്ങനെ മുന്നോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 സെക്കൻഡ്. 9, 8, 7, 6, 5, 4,
ഒരു തവണ അത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ 21 മാർക്കുകൾ സുരക്ഷിതമായി കയ്യിലുണ്ട്. കണക്കുപ്രകാരം അടുത്ത ചോദ്യത്തിന് പ്രസക്തിയില്ല എങ്കിലും അത് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. ഏത് മാസത്തിലായിരുന്നു ഈ സംഭവം? ചിങ്ങമാസോ? അല്ല. ഹൈക്കു എങ്ങനെയാണ് പുറത്തു ചാടിയത്? അയ്യോ ഓർമ്മയില്ല. ആരാണ് മീൻകറി വെച്ചത്? ആ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ഓർമ്മയുണ്ടായിരുന്നു, പിന്നത്തേല് പോയപ്പോൾ. ഇതിൽ ഏത് മാസത്തിലായിരുന്നു ഈ സംഭവം? അത് മെയ് മാസമാണ്. ഹൈക്കു എങ്ങനെയാണ് പുറത്തു ചാടിയത്? തോട് പൊട്ടിച്ചാണ് പുറത്തു ചാടിയത്. ആരാണ് മീൻകറി വെച്ചത്? ഭൂമിദേവിയാണ് മീൻകറി വെച്ചത്. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഈ റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്താൽ, ആക്ടിവിറ്റി തീർത്താൽ അതിനു മുമ്പുള്ള മത്സരാർത്ഥിയുടെ മാർക്കുമായി താരതമ്യം ചെയ്ത് നമുക്ക് ജയിക്കാൻ സാധിക്കും. അതിനു മുമ്പുള്ള മത്സരാർത്ഥി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2നും ശ്രദ്ധിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കും. ഇനി ആക്ടിവിറ്റി നമുക്ക് ശാരീരികമായി പ്രായാധിക്യം കൊണ്ടോ മറ്റു വൈകല്യങ്ങൾ കൊണ്ടോ പറ്റാതെ വന്നാൽ കഥ കേട്ടാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. ഇത്രയധികം ഓപ്ഷനുകളുള്ള ഈ റൗണ്ടിൽ വളരെ കൃത്യമായി ആക്ടിവിറ്റി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സുഗതകുമാരി വീട്ടമ്മ. നമ്മുടെ റൗണ്ടുകൾ അവസാനിച്ചു. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ ഇവരെല്ലാവരും കൂടെ ഔട്ടാക്കി വിട്ട സുൽഫി എന്ന ആളെയാണ്. അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ആരായിരിക്കും ജയിക്കാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ ഒരു പറച്ചിൽ പറഞ്ഞു, സുഗതകുമാരി വീട്ടമ്മയായിരിക്കും ഈ എപ്പിസോഡിൽ ജയിക്കുക എന്ന്. അത്ര പോലും പ്രവചനാത്മകമായ ബുദ്ധി പോലും, അല്ലെങ്കിൽ പ്രവചിച്ചിട്ട് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് സുൽഫി. അയാൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വിജയിച്ചിരിക്കുന്നത് സുഗതകുമാരി വീട്ടമ്മയാണ്. ഇന്നത്തെ നമ്മുടെ റണ്ണറപ്പായ സിൽസി ചേച്ചിക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ ഞാൻ വിളിക്കുന്നു നന്ദിനി. വരൂ നായികേ വാനിൽ വരൂ നായികേ. സത്യത്തിൽ ഒരു നായികയുടെ മുഖഭാവമില്ലേ? ഉണ്ട്. പഴയ നടികള് 60കളുടെ തുടക്കത്തിൽ തന്നെ ഇരുന്ന അഭിനയം കണ്ണ് കടകടയെന്ന് അടയ്ക്കാൻ പറ്റും. അടയ്ക്കും നോക്കി. ചില മനസ്സങ്ങളൊക്കെ ഷീലാമ്മയുടെ ഒക്കെ ഒരു ചായയൊക്കെ ഉണ്ട്. ഷീലാമ്മയുടെ ഏതെങ്കിലും ഡയലോഗ് പറയാൻ അറിയാമോ? അയ്യോ കൊച്ചു മുതലാളി. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്ന് എന്നെ വിളിക്കണം പ്ലീസ്. എന്നെ ഒന്ന് വിളിക്കണം. അങ്ങനെ പറഞ്ഞു പ്ലീസ് പ്ലീസ്, ഞാൻ പാടി വരും കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് ഏതാ സീൻ എന്നറിയാമോ? ഇത് വിടമാട്ടൊന്നും അല്ല, ഇത് പഴനിയാണ്. പഴനി കറുത്തമ്മയെ കൊണ്ട് പോവാൻ പോയാണ് ആ വാതിലിൽ കൂടെ. സമ്മാനം മേടിച്ച് പോകുമ്പോ ഞാൻ ഇവിടെ നിപ്പുണ്ടാവും കേട്ടോ. ഡയലോഗ് എനിക്ക് അറിയില്ല. ഞാൻ കറുത്തമ്മ പോവാണോ? ഞാൻ തൃക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് കരയെന്ന് പറഞ്ഞാൽ മതി. എന്താ പറയുന്നത്? ശരി, നമുക്ക് ഇപ്പൊ തൽക്കാലം സൗകര്യം തൃപ്രയാർ ആക്കാം. ഞാൻ തൃപ്രയാർ ഇരുന്ന് ഓർത്തോർത്ത് കരയും. എന്ത് പറയും? ഞാൻ തൃപ്രയാറിൽ ഇരുന്ന് ഓർത്തോർത്ത് കരയും. അത് ശീലാമ്മ പറയുന്ന പോലെ പറയണം കേട്ടോ. കരുത്തമ്മ കൊച്ചു മുതലാളി. കരുത്തമ്മ പോവുകയാണ്. അതെ കൊച്ചു മുതലാളി. തൃപ്രയാറിന്റെ ഡയലോഗ് പറയൂ.